ഹലോ ഗൈസ്, അപ്പം നമുക്ക് ട്രക്കിങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ പോകുന്നത് ട്രക്കിങ്ങിനാണ്. ഞങ്ങൾ വന്ന ജീപ്പിലെ ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളിയായതുകൊണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല ഡാൻസൊക്കെ കളിച്ചാണ് ഗൈസ് ട്രക്കിങ്ങിന് പോയത്. ഇപ്പോൾ ടൂർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ട്രക്കിങ്ങിന് ജീപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജീപ്പൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ച് വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ സ്ഥലം എത്തി. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മല. അടിപൊളിയായിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ആടി വളഞ്ഞ് അങ്ങനെ മണ്ടയിലെത്തി വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കലും പാട്ടിട്ട് ഡാൻസ് കളിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി നേരെ അടുത്ത് പോകുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഗൈസ്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ സീനായിരുന്നു. ഞങ്ങൾക്കപ്പോൾ അവിടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളപ്പോൾ അങ്ങനെ അവിടെ കയറി വീഡിയോസും ഫോട്ടോസും ഒക്കെ കുറേ എടുത്തു. അവിടെ നിന്ന് താഴോട്ട് നോക്കി ഇങ്ങനെ ഒരു വ്യൂ കാണാം. അവിടെ എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ഇനി ഞങ്ങൾ ഭ്രമര ഷൂട്ടിംഗ് പോയിന്റിലോട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും അവിടം വരെ എത്തണമല്ലോ ഉള്ളതുകൊണ്ടും ഞാൻ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഭ്രമര ഷൂട്ടിംഗ് പോയിന്റിലെത്തി. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരു രക്ഷയില്ല. അവിടുത്തെ ആ ചെറിയ ചെറിയ വീട്ടിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ, പക്ഷെ ഞങ്ങൾ കയറി. അപ്പോഴത്തേനും എൻ്റെ ഫോൺ ഓഫായി. പിന്നെ ഓണാവുന്നത് ഈ ബംഗ്ലാവിലെത്തിയിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് ഗൈസ് സ്റ്റേ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ആകെ ക്യാമ്പ് ഫയറാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരെ ക്യാമ്പ് ഫയറിലോട്ട് പോയി. അങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ തുടങ്ങി പാട്ടൊക്കെ തുടങ്ങി ഡാൻസ് കളിച്ചു. എന്താല്ലേ, അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചു ഗൈസ്. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഡേ ഇന്നാണ് ഗൈസ് ടൂർ അവസാനിക്കുന്നത്. എന്ത് പെട്ടെന്നാണ് 3 ദിവസം പോയത്. ആവശ്യമത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടി വേഗം റെഡിയായി. ഇനി ഞങ്ങൾ പോകുന്ന മൂന്നാറിലോട്ടാണ്. അവിടുന്ന് ഞങ്ങളെല്ലാവരും ബംഗ്ലാവിനോട് ടാറ്റ പറഞ്ഞു. ഇവർ 3 പേര് ക്യാമറ കാണിക്കാൻ വേണ്ടി നടക്കുന്ന പോലെ ഇല്ലല്ലോ അല്ലേ. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഗൈസ് പോകുന്നത്. അവിടെയും കഴിക്കാൻ പൂരിയും ദോശയും ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്ന മൂന്നാറിലോട്ടാണ്. വീഡിയോസിലും വാർത്തയിലും ഒക്കെ മൂന്നാറിൽ ഭയങ്കര തണുപ്പാണെന്നാണ് കാണിച്ചത്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു തണുപ്പില്ലായിരുന്നു. പിന്നാണ് ഞങ്ങൾ സത്യം മനസ്സിലാക്കുന്നത് മൂന്നാറിലെ വട്ടവടയോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് മാത്രമാണ് തണുപ്പ് കാണപ്പെടുന്നതെന്ന്. ഞങ്ങളങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. ഞങ്ങളവിടെ നിന്ന് കരിക്കൊക്കെ കഴിച്ചു ഗൈസ്. കരിക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് പേര് ഷോപ്പിങ്ങിനുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നവനീതിനെ കാണിച്ചില്ലേ, നവനീതിനൊരു സുഖമില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഇനി ഒരു ഡാം കാണാനാണ് ഗായ്സ്. അങ്ങനെ ഡാം കാണാൻ വേണ്ടി പോകുന്ന തിരക്കാണിത്. അത്യാവശ്യം ടൂർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. അവിടെ നിന്നും പോകുന്ന വഴിക്ക് കാണാൻ കാഴ്ചകളൊക്കെ നല്ലതായിരുന്നു ഗൈസ്. ഇവിടെ എല്ലാം യൂട്യൂബേഴ്സിനെ തട്ടി നടക്കാൻ എല്ലാവരും കൂടെ നടക്കുന്ന വഴിക്കൊരു ചെറിയ പ്രമോഷൻ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഡാമിലെത്തി. ഇതാണ് പച്ചപ്പ് നിറഞ്ഞ ഡാം. എങ്ങനെയുണ്ട് ഗൈസ്? ചോക്ലേറ്റ് വാങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? എത്ര രൂപ? 100 രൂപ. ഇതുപോലെ ഞങ്ങൾ ഓരോ കടയിലും കയറി വിലയൊക്കെ ചോദിച്ച് വെറുതെ നടക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ ഈ പാവക്കുട്ടീനെ ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ആ പാവക്കുട്ടീനെ വാങ്ങി ഗൈസ്. പിന്നെ രാഹുലും നവനീതും കൂടെ വില ഇങ്ങനെ ചോദിച്ച് ഞെട്ടുമായിരുന്നു ഗൈസ്. ഈ സാധനം അവിടെ നിന്ന് വാങ്ങിയത് 2 കൊമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വഴിയിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ വിശപ്പടക്കി. പിന്നെ ഞങ്ങളിനി പോകുന്ന ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വേഗം കൈ കഴുകി. അവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ എടുത്ത് കഴിക്കാനായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് വേറൊരു ഡാം കാണാനാണ്. അങ്ങനെ നടക്കുന്ന വഴികളാണിത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പണിയില്ലാത്തതുകൊണ്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ഗൈസ്. അവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ആണെങ്കിൽ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഡാമിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇച്ചിരി തണുത്തായിരുന്നു ഗൈസ്. ഇനിയാണ് ഞങ്ങളുടെ ടൂറിൻ്റെ അവസാനത്തെ പരിപാടി, DJ വിത്ത് പോൾ. ഞങ്ങളെല്ലാവരും അതുവരെ കിടന്ന് നല്ലോണം ഡാൻസ് കളിച്ച് കുറേ അടിച്ചു പൊളിച്ചു ഗൈസ്. മാക്സിമം എൻജോയ് ചെയ്തു. കാരണം നമുക്കിനി ഇതുപോലൊരു ടൂർ കിട്ടത്തില്ലല്ലോ എല്ലാവരും കൂടി. അതിനു മുന്നേ ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തെത്തി. ഞങ്ങളങ്ങനെ നേരെ കൈയൊക്കെ കഴുകി നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. അവിടെ അൽഫാമും പൊറോട്ടയായിരുന്നു കളിക്കാൻ. പിന്നെ ഞങ്ങളെല്ലാവരും പൂളിലിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു പൂൾ. എനിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ടും കൂടി ചാടിക്കളിക്കുമായിരുന്നു. അറ്റ് ലാസ്റ്റ് ടൂർ അങ്ങനെ അവസാനിച്ചു ഗൈസ്. ടൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ടൂർ അങ്ങ് കഴിഞ്ഞ പോലായി. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ ഹോസ്റ്റലിലോട്ട്. അപ്പോൾ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ ബൈ ഗൈസ്.